സുരേഷാണ് കൊല്ലത്ത് നിന്നും. ശ്രീ സുരേഷ്, എന്തായാലും കൊല്ലത്ത് പുത്തൂരിൽ നിന്നാണ് ഈ മുരാരി തന്ത്രി പിടികൂടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരം മുരാരി തന്ത്രിമാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിറയെ ഉണ്ട്. എന്തുകൊണ്ടാണ് മലയാളിക്ക് ഇവരെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്? മലയാളിയുടെ കുഴപ്പം തന്നെ ഇത് അയാളെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാര്യം എന്താ വെച്ചാൽ ഇതിനെ പേടി ചെല്ലുന്ന മലയാളികൾ വേണം ആദ്യം അടിക്കാൻ. ഇവര് സോഷ്യൽ മീഡിയയിലും വാർത്തയിലും ഈ കേരളം മൊത്തം, ഇന്ത്യ മൊത്തം എല്ലാവർക്കും ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും മലയാളികൾ വീണ്ടും ചെന്ന് കയറുമെന്ന് പറഞ്ഞാൽ അത് മലയാളി തന്നെ കുറ്റം. അയാളെ കുറ്റം പറഞ്ഞിട്ട് അയാൾ ഇത് പറ്റിക്കാനായിട്ട് എത്തിക്കുന്നു, പറ്റിക്കാൻ ചെന്ന് ആൾക്കാർ ചെന്ന് നിന്ന് കൊടുക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. മലയാളികൾ മനസ്സിലാക്കുന്നില്ല. എത്ര പഠിച്ചാലും മലയാളികൾ മനസ്സിലാകത്തില്ല. ഇതിലിപ്പോ പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഒരു മന്ത്രവാദി ആയാലും എന്തായാലും ജോഷന്റെ ആരായാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര രൂപ പൂജ അതും ഇതും എല്ലാം പറഞ്ഞ് ഓരോരുത്തരെ സമ്മർദ്ദത്തിലാക്കുക, അവരത് പൂജ നടത്തുക. പക്ഷെ ഇത് എന്നിട്ട് വല്ല പ്രയോജനം വല്ലതും ഉണ്ടോ? ഇവരത് മനസ്സിലാക്കുന്നൊന്നുമില്ല. ഈ മന്ത്രവാദികളെ സത്യം പറഞ്ഞു മലയാളികളെല്ലാവരും ഒന്നടക്കം ഇവരൊക്കെ ഇവിടുന്ന് നാട് കടത്തതാണ് കേട്ടത്. എന്ത് ഈ ഒരു നൂറ്റാണ്ട് കാലത്തിൽ ഇത്രയും വിശ്വസിച്ച് ആൾക്കാരുണ്ടെന്നുള്ളതാണ്. എന്ത് ചെയ്യാനാണ്? താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വലിയ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ശാസ്ത്രീയമായ പഠനവും ഒക്കെ ഉള്ള ആളുകൾ പോലും, അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചവർ പോലും, ശാസ്ത്രീയ ബോധമുണ്ടോന്നല്ല, ഇങ്ങനെ പഠിച്ചവർ പോലും ഇത്തരം വിദ്യാഭ്യാസമുള്ള ആൾക്കാരും ഇവരുടെ കസ്റ്റമേഴ്സാണ്. സ്വാഭാവികമായിട്ടും അത്തരം ആൾക്കാരൊക്കെ പോകുന്ന കാണുമ്പോൾ അവരെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ അല്ലെങ്കിൽ അവരെക്കാൾ ജോലിയിൽ താഴെ നിൽക്കുന്ന ആളുകൾക്ക് വിചാരിക്കും, അയ്യോ അത്ര വലിയ വിദ്യാഭ്യാസമുള്ളവരൊക്കെ പോകുന്നില്ല, അപ്പോ അതെന്തോ വലിയ കാര്യമാണ് എന്നതായിരിക്കും. അല്ല, അവരുടെ ഫോട്ടോ വെച്ചിട്ട് അവരുമായിട്ട് നിൽക്കുന്നതും അതും ഇതും ഒക്കെ ആണല്ലോ ഇവര് സോഷ്യൽ മീഡിയയിലും അല്ലാതെ ഇവര് ഷെയർ ചെയ്യുന്നത്. ഇവിടെ പിന്നെ ഈ ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ 1-2 പ്രവർത്തകരൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പണ്ട് ആട്ടോ ഓടിച്ചിരുന്നതാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഇത്രയും ഡീറ്റെയിൽ നേരത്തെ ഇയാൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ ഇവർക്ക് അറിയാമായിരുന്നെങ്കിൽ നേരത്തെ ഇവർ ഇതിനൊരു പരിഹാരം കാണണ്ടല്ലേ. ഈ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ആളുകൾ എന്തിനാണ് ഈ നാട്ടിലൊക്കെ പ്രവർത്തിക്കുന്നത് എന്നത് പ്രധാനമാണ്. അവരൊക്കെ ഇത്തരം തെറ്റുകൾ കണ്ടാലും അവർ ഇനി പ്രശ്നം ഉണ്ടാവട്ടെ, അതിനുശേഷം ഞങ്ങൾ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞ് നിൽക്കുകയായിരിക്കും. അതെ, കണ്ണൂരിൽ നിന്ന് വിളിച്ച ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ, അത് കറക്റ്റാണ്. ഇവിടെ ഞാൻ എന്റെ വീട്ടിന്റെ ഈ പരിസരത്ത് തന്നെ പല ആൾക്കാരും മുമ്പേ ഉണ്ണികൃഷ്ണൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ പോത്തങ്കോടുന്ന്. അവിടുത്തെ ഈ പോത്തങ്കോട് ആശ്രമത്തിലെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടുന്നുണ്ട്. അവിടുത്തെ ഈ പെണ്ണിനെ അവർ കെട്ടിക്കുന്നത് വരെ അവിടുന്ന് പറയുന്നതനുസരിച്ചാണ്. അവർ ഈ സാധാരണ അമ്പലത്തിലൊന്നും പോവാറില്ല. അവർ പോവാറില്ല. ഇവിടുത്തെ അമ്പലങ്ങളിലൊന്നും അവരാരും വരാറില്ല. അവർ അവിടെ പോവാറുള്ളൂ. അവരുടെ ഒരു ബ്രാഞ്ച് ഇവിടെ കൊട്ടാരക്കരയുണ്ട്, അവിടെ പോവാറുള്ളൂ. പിന്നെ അവര് അവിടുന്ന് കൊടുക്കുന്ന കുറിയെ ഇടാറുള്ളൂ. അതേപോലെ തന്നെ പിന്നെ കല്യാണം നടത്തുന്നത് എൻ്റെ അറിവിൽ പലതും അവിടുന്ന് പറയുന്ന പെണ്ണിനെ അവരാണ് തീരുമാനിക്കുന്നത്, ഏത് കെട്ടുന്നത് എല്ലാം അവരുടെ ഇതിലുള്ള അവിടുത്തെ ഭക്തരായിട്ടുള്ള ആളിന്റെ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൽ നിന്നോ അങ്ങനെയാണ് പല കല്യാണങ്ങളും ഈ പരിസരത്ത് നടന്നിട്ടുണ്ട്. ഒരുപാട് പലരുമായിട്ട് സാക്ഷര കേരളം, സുന്ദര കേരളം എന്നൊക്കെ പറയുന്നു. ഇത് എങ്ങോട്ടുള്ള പോക്കാണിത്? എന്ത് ചെയ്യാനാണ്? ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്താവും ഇത്തരക്കാര്? ശ്രീനിവാസന്റെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.